മനുവിൻ്റെ ധർമ്മശാസനമനുസരിച്ചാണ് ഞാൻ ബാലിയെ വധിക്കുന്നത് എന്ന് രാമൻ പറയുന്നു. ഗുഹൻ ധാരാളം ഫലമൂലാദികളുമായി രാമൻ്റെ സന്നിധിയിലേക്കെത്തി. വനവാസത്തിൻ്റെ സന്ദർഭത്തിൽ രാമനെ സ്വീകരിക്കാൻ രാമൻ ഗുഹനിൽ നിന്ന്, ആദിവാസിയായ ഗുഹനിൽ നിന്ന് യാതൊരു അന്നപാനീയങ്ങളും സ്വീകരിച്ചില്ല. എന്താണ് കാരണം? തൻ്റെ ക്ഷത്രിയ വ്രതമനുസരിച്ച്, ക്ഷത്രിയ ധർമ്മമനുസരിച്ച് ഒരു ഐത്തജാതിക്കാരനാക്കപ്പെട്ട ഒരാളിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ പാടില്ല എന്ന യുക്തിയുള്ളത്. ശംഭൂകവധ യുക്തി അനുസരിച്ചാണ് സംവരണ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സംവരണ അട്ടിമറിയെ നമ്മൾ വിളിക്കേണ്ട പേര് ശംഭൂകവധ യുക്തി എന്നാണ്. ശംഭൂകവധ യുക്തി. ഇങ്ങനെ വാൽമീകി രാമായണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും അതൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പമല്ല. ത്രൈവർണിക ഭരണകൂടമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ത്രൈവർണികർക്ക് മാത്രം അനുകൂലമായൊരു വ്യവസ്ഥയുടെ പേരാണ് രാമരാജ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് രാമനും രാമരാജ്യവും ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി വർത്തിച്ചത് എന്ന് നാം പരിശോധിക്കേണ്ട വിഷയമാണ്. അതിന് വാൽമീകി രാമായണത്തിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. വാൽമീകി രാമായണത്തിൽ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ചാതുർവർണ്ണ്യമനുസരിച്ച് തിരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ശ്രേണീകൃതത്വമാണ് രാമരാജ്യം എന്ന് തന്നെ പറയുന്നുണ്ട്. ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് ക്ഷത്രാഹ വൈശ്യമനുവ്രതാഹ ശൂദ്രാഹ സ്ത്രീൻ വർണ്ണാനുപചാരിണഃ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ ശ്രേണീകൃതമായി തരംതിരിക്കുന്നൊരു വ്യവസ്ഥയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. രാമൻ എന്തിനു വേണ്ടിയാണ് നിലക്കൊണ്ടത്? വാൽമീകി രാമായണം പരിശോധിക്കാം. ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമം, പശുവിൻ്റെയും ബ്രാഹ്മണരുടെയും ഹിതത്തിനായി ഞാനിതാ താടകയെ വധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ താടകയെ വധിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനാണ് ബാലിയെ വധിക്കുന്നത്? മനുവിൻ്റെ ധർമ്മശാസനമനുസരിച്ചാണ് ഞാൻ ബാലിയെ വധിക്കുന്നത് എന്ന് രാമൻ പറയുന്നു. ഗുഹൻ ധാരാളം ഫലമൂലാദികളുമായി രാമൻ്റെ സന്നിധിയിലേക്കെത്തി. വനവാസത്തിൻ്റെ സന്ദർഭത്തിൽ രാമനെ സ്വീകരിക്കാൻ രാമൻ ഗുഹനിൽ നിന്ന്, ആദിവാസിയായ ഗുഹനിൽ നിന്ന് യാതൊരു അന്നപാനീയങ്ങളും സ്വീകരിച്ചില്ല. എന്താണ് കാരണം? തൻ്റെ ക്ഷത്രിയ വ്രതമനുസരിച്ച്, ക്ഷത്രിയ ധർമ്മമനുസരിച്ച് ഒരു ഐത്തജാതിക്കാരനാക്കപ്പെട്ട ഒരാളിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ പാടില്ല എന്ന യുക്തിയുള്ളത് കൊണ്ടാണ് ഗുഹനിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കാതിരുന്നത്. ശൂദ്രനായ ശംഭുകനെ വധിച്ചിരിക്കുന്നു. ഒരു ബ്രാഹ്മണ ബാലൻ അയോധ്യയിൽ നശിപ്പിക്കപ്പെട്ടു, മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിട്ട് രാമൻ അന്വേഷിച്ചു പോവുകയാണ്. എന്താണ് ആ മരണകാരണം? വസിഷ്ഠാദി ബ്രാഹ്മണന്മാരെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രാഹ്മണകുമാരന്മാർ മരണത്തിനിടയായത് എന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠാദി ബ്രാഹ്മണർ രാമനോട് പറഞ്ഞു, നമ്മുടെ ഈ 3 യുഗങ്ങളിലും ശൂദ്രന്മാർക്കോ മറ്റ് ഇതര ജാതികൾക്കോ സന്യസിപ്പാൻ അവകാശമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് ഏതോ ശൂദ്രൻ ഏതോ ദിക്കിൽ തപസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ ബാലൻ മരിച്ചത്. എന്താണ് ഈ കഥയ്ക്കൊരർത്ഥമുണ്ട്. അതായത് ബ്രാഹ്മണരൊഴികെയുള്ള ആരെങ്കിലും വിജ്ഞാനമാർജിച്ചാൽ ബ്രാഹ്മണരെ നിസ്തേജന്മാരായി അധപ്പതിച്ചു പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇന്ത്യയിലെ ബഹുജനങ്ങളോ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളോ വിജ്ഞാനമാർജിക്കുന്നത് ബ്രാഹ്മണ്യം അതിൽ അസഹിഷ്ണുവാണെന്നുള്ളതാണ്. അപ്പോൾ തപസ് ചെയ്യുക എന്നുള്ളത് വിജ്ഞാനാർജനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ശൂദ്രനായ ശംഭൂകൻ വിജ്ഞാനമാർജിക്കുന്നതിൽ അസഹിഷ്ണുത പൂണ്ട ബ്രാഹ്മണനാണ് ഈ ശൂദ്രനെ വധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയോധ്യ രാജധാനിയിലെത്തിയത്. അതിൻ്റെ മറ്റൊരു രൂപമല്ലേ ആധുനിക കാലത്ത് കാണുന്നത്. അതായത് ഈ പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയത്തെ എതിർക്കുന്നത് എങ്ങനെയാണ്? അയോധ്യയിൽ തൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ബ്രാഹ്മണർ. ശൂദ്രനായ ശംഭുകൻ എവിടെയോ തപസ് ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഒക്കെ പ്രാതിനിധ്യ ജനായത്വത്തിലൂടെ അധികാരമേറ്റിരിക്കുന്നു. അവരെ തകർക്കണം, അവരെ തകർത്ത് നിഷ്പ്രഭരാക്കണം എന്നുള്ള യുക്തിയിലൂടെയാണ് ഈ സംവരണ അട്ടിമറി മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാമയുക്തിയാണ്. ഇത് രാമയുക്തി. ആ യുക്തിയുടെ പേര് രാമയുക്തി എന്ന ശംഭൂകവധ യുക്തി അനുസരിച്ചാണ് സംവരണ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സംവരണ അട്ടിമറിയെ നമ്മൾ വിളിക്കേണ്ട പേര് ശംഭൂകവധ യുക്തി എന്നാണ്. ശംഭൂകവധ യുക്തി. അതായത് ഇന്ത്യയിലെ ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും വിജ്ഞാനമാർജിക്കാൻ പാടില്ല, അവർ അധികാരസ്ഥാനത്തെത്താൻ പാടില്ല, അവരുടെ തല ഛേദിച്ച് കളയണം, അവർ വൈജ്ഞാനികമായി ഉന്നതയിലെത്തുന്ന തടയണം, അവർ അധികാരസ്ഥാനത്തിരിക്കുന്നത് വിലക്കണം, തടയണം. ഇനി ആരെങ്കിലും ഉയർന്നു വന്നാൽ തന്നെ അവരെ ബ്രാഹ്മണ്യത്തിൻ്റെ അടിമകളാക്കി മാറ്റണം, കേവലം ദാസ്യന്മാരാക്കി അവരെ നിലനിർത്തണം. ഈ യുക്തിയുടെ പേരാണ് ശംഭൂകവധ യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രാമൻ ശംഭുകൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? തൻ്റെ ജാതി ഏതാണെന്നാണ് ചോദിക്കുന്ന രാമൻ. സാധാരണ മനുഷ്യർ വേറൊരു മനുഷ്യരെ കണ്ടാൽ എന്താണ് ചോദിക്കുന്നത്?
താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ എന്താണ് രാമൻ ചോദിക്കുന്നത്? കസ്യാം യോന്യാം ഏത് യോനിയിലാണ് താങ്കൾ പിറന്നത് എന്നാണ് ശൂദ്രനായ ശംഭൂകനോട് ചോദിക്കുന്നത്. ശംഭൂകൻ തൻ്റെ പേര് പോലും പറഞ്ഞില്ല. ശൂദ്രനാണ്, ശൂദ്രയോനിയിലാണ് പിറന്നത് എന്ന് പറഞ്ഞ മാത്രയിൽ ശംഭൂകൻ്റെ തല രാമൻ വെട്ടുകയാണ്. അത് കണ്ടിട്ട് ആളുകളെല്ലാം സന്തോഷിച്ചു. നല്ലത് നല്ലത്, ഭേഷ് ഭേഷ് ബലേ ഭേഷ് എന്ന് അഗ്നിയും യമനും എല്ലാം സാക്ഷ്യപ്പെടുത്തി. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് വാൽമീകി രാമായണത്തിലെ കഥ. അപ്പോൾ ഇങ്ങനെയുള്ള രാമനും രാമരാജ്യവും എങ്ങനെയാണ് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണെന്ന് പറയാൻ കഴിയുക? രാമനും സീതയും വനവാസ സന്ദർഭത്തിലേക്ക് പോവുകയാണ്. വനവാസത്തിന് പോകുന്നതിന് മുമ്പായിട്ട് രാമൻ കുറേ ആളുകൾക്ക് ദാനം കൊടുക്കുന്നുണ്ട്. ആ ദാനം എന്താണ്? സ്വർണ്ണാഭരണങ്ങളും പശുവും കുതിരയും ഒക്കെ ദാനം കൊടുക്കുകയാണ്. ആരെയാണ് ദാനത്തിന് വേണ്ടി രാമൻ വിളിച്ചു വരുത്തുന്നത്? ബ്രാഹ്മണരെയാണ്. കൗസല്യയോട് രാമൻ പറയുന്ന രംഗമുണ്ട് അയോധ്യാകാന്ഡത്തിൽ. ആ ബ്രാഹ്മണരെ ഇഞ്ഞ് വിളിക്കൂ, അവർക്ക് ദാനം കൊടുക്കട്ടെ എന്നാണ് രാമൻ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പാവപ്പെട്ട ദളിതനെയോ ഏതെങ്കിലും ശൂദ്രനെയോ വിളിച്ചിട്ടല്ല രാമൻ ദാനം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാൽമീകി രാമായണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും അതൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പമല്ല. ത്രൈവർണിക ഭരണകൂടമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ത്രൈവർണികർക്ക് മാത്രം അനുകൂലമായൊരു വ്യവസ്ഥയുടെ പേരാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ഇനി എഴുത്തച്ഛൻ്റെ രാമായണം പരിശോധിച്ചാലോ, രാമനെ ഇന്നിപ്പം പ്രാണപ്രതിഷ്ഠയെപ്പറ്റി പറയുന്നതാണ് എല്ലാവർക്കും പൂജിക്കാവുന്ന രാമനെന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഒരു എല്ലാവർക്കും പൂജിക്കുന്ന ഒരു രാമനൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടു. ഭൂമിയിൽ നീ ബ്രാഹ്മണനായിട്ട് ദ്വിജനായിട്ട് ജനിച്ചാൽ നിനക്ക് എന്നെ പൂജിക്കാം. അല്ലാതെ ഒരു മനുഷ്യർക്കും പൂജിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഇന്ത്യയിലെ പ്രാണപ്രതിഷ്ഠ ആരാണ് നടത്തിയത്? ബ്രാഹ്മണരല്ലേ. അല്ലാതെ പൂജ പഠിച്ച ഏതെങ്കിലും കർമ്മബ്രാഹ്മണനാണോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്? അതിൽ നിന്ന് തന്നെ ആശയം വ്യക്തമാണല്ലോ. ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരു ശങ്കരസ്വാമി പറഞ്ഞത്, ഒരു ശങ്കരപീഠത്തിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞത്, നിർമ്മാണ പ്രക്രിയ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരൊറ്റ ശൂദ്രനെ പോലും ശ്രീകോവിലിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല, കാരണം ശ്രീകോവിൽ അശുദ്ധമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അയിത്തത്തിൻ്റെയും അശുദ്ധിയുടെയും ഇന്ത്യയിലെ അയിത്തത്തിൻ്റെ അശുദ്ധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിരന്തരം പ്രവർത്തിക്കുകയും ഇന്ത്യയിലെ ബഹുജനങ്ങളെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ സ്ത്രീകളെ ഒക്കെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥയുടെ പേരാണ് രാമരാജ്യം, രാമസങ്കല്പമൊക്കെ തന്നെ. അപ്പം ഇന്ത്യയെ നയിക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ? ഇന്ത്യയെ നയിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയെ മൂഷകനെ പോലെ ഹിന്ദുത്വം ചുരണ്ടി തിന്നുമ്പോൾ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇന്ത്യക്കാർക്ക് നൽകിയ ഭരണഘടനയാണ് നാം വീണ്ടെടുക്കേണ്ടത്, ഭരണഘടനയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ EWS ഉൾപ്പെടെയുള്ള ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടനയുടെ വിശാല ബോധ്യങ്ങളെ, സാമൂഹ്യനീതിയുടെ വിശാല ആശയങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ വിശാല പരിപ്രേക്ഷ്യത്തെ പറ്റിയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ആ ഭരണഘടന മാത്രമാണ് ഒരു ക്ഷേമരാഷ്ട്രത്തെ ഭാവന ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും. അപ്പോൾ അതിനെയാണ് നാം മുന്നോട്ടെടുക്കേണ്ടത്. അല്ലാതെ ഈ ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ ചരിത്രത്തിൽ രാമരാജ്യ സങ്കല്പങ്ങൾ ഒരു ക്ഷേമരാഷ്ട്രത്തെ പങ്കുവച്ചിട്ടില്ല. അങ്ങനൊരു ക്ഷേമരാഷ്ട്രമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് താടകയെ കൊന്നു? എന്തുകൊണ്ട് ശംഭൂകനെ കൊന്നു? എന്തുകൊണ്ട് ബാലിയെ കൊന്നു? ഈ കൊല്ലലിൻ്റെയും കൊലപാതകത്തിൻ്റെ ഒരു നീണ്ട നിരയല്ലേ രാമരാജ്യത്തിൽ നമ്മൾ കാണുന്നത്? ആരെയെങ്കിലും രക്ഷിച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും പാവങ്ങളെ രക്ഷിച്ച ചരിത്രമുണ്ടോ? പാവങ്ങൾക്ക് ദാനം കൊടുത്തൊരു ചരിത്രം നമുക്ക് രാമൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹിംസയുടെ ഒരു ചരിത്രമാണ് നാം ഇവിടെ എല്ലാം കാണുന്നത്. അതുകൊണ്ട് നാരായണ ഗുരു എഴുതി, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്ന്.